അപ്പോൾ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ്, അങ്ങേർക്ക് അവിടെ വലിയ റോളൊന്നുമില്ല. അസീം മുനീർ തീരുമാനിക്കും ഇങ്ങനെ റാൻ മൂളും എന്നുള്ളതാണ്. അപ്പൊ ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ നടക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇവർക്ക് സമ്മതിക്കേണ്ടി വരുമ്പോൾ പോലും അഫ്ഗാനിസ്ഥാൻ തിരിച്ചടിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഈ അഫ്ഗാനിസ്ഥാന്റെ കയ്യിൽ എവിടെ നിന്നാണ് ആയുധങ്ങൾ എത്തുന്നത്? അഫ്ഗാനിസ്ഥാന്റെ കയ്യിലേക്ക് ആയുധങ്ങൾ എത്തുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ആംബുലൻസ് ഒക്കെ എത്തിച്ചു എന്ന് പറയുന്നുണ്ട്. ഈ ആംബുലൻസിന്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയാൻ പാടില്ല. അജിത് ഡോവലിന്റെ പിള്ളേരെന്ന് പറയുന്നതും എസ് ജയശങ്കറും മോദിയും അമിത്ഷായും കൂടെ ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈൻഡ് ബ്ലോയിങ് എന്ന് പറയുന്നത് പോലെ ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത്. എന്തായാലും താലിബാനെ നമുക്ക് ഇപ്പോൾ വിശ്വസിക്കാവുന്നത് കൊണ്ട് ഇപ്പോഴെന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നയതന്ത്ര ബന്ധങ്ങളാണ്, എപ്പോ വേണമെങ്കിലും മാറാം. ഈ എന്താ പറയാ, ഈ മനസ്സിൽ ഇങ്ങനത്തെ താലിബാൻ ഇനി മാറില്ല. കാരണം എന്തെന്ന് വെച്ചാൽ താലിബാനെ സംബന്ധിച്ചിടത്തോളം അവരെ ഈ ഭീകരവാദികളാണെങ്കിൽ പോലും അവർക്ക് ഒരു അവരെ ഒന്നുമില്ലായ്മയിൽ നിന്ന് സഹായിച്ചവരാണ് ഇന്ത്യ. ആഹാരം കൊടുത്തു, വെള്ളം കൊടുത്തു, ഇപ്പൊ പാർലമെന്റ് മന്ദിരം കെട്ടുന്നു, സ്കൂളുകൾ കെട്ടിക്കൊടുക്കുന്നു, കറണ്ട് കൊടുക്കുന്നു, അവിടെ ഡാം നിർമ്മിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഇന്ത്യയുടെ വേറെ ഒരു രാജ്യം അവരെ സഹായിക്കാൻ എത്തിയിട്ടില്ല. ഇന്ത്യക്ക് ഇന്ത്യയുടേതായ ഒരു നേട്ടമുണ്ട് അതുവഴി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.